ഞങ്ങളുടെ കുട്ടി എപ്പോ തുടങ്ങി കെടുപ്പാണ്. ഞാൻ ആ കഞ്ഞി ഇതുവരെ കുടിച്ചിട്ടില്ലേ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാം. എനിക്ക് തീരെ അങ്ങോട്ട് വിശപ്പില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെ എന്റെ കുട്ടിയെ? മരുന്ന് കുടിക്കാനുള്ളതല്ലേ? 2-3 ദിവസമായില്ലേ എന്റെ കുട്ടി നേരാ വണ്ണം വല്ലതും തിന്നിട്ടും കുടിച്ചിട്ടും. എന്ത് പറഞ്ഞാലും കേൾക്കൂല. എന്ത് കൊടുന്നാലും പറയും ഇക്ക് വാണ്ടാന്നുള്ളത്. എന്താ പിന്നെ കുട്ടിന്റെ ചേലും കോലും കാണാന്? ഉമ്മച്ചിയെ, നിങ്ങൾ പോയിക്കോ, ഞാൻ കുടിച്ചോളാം. ഞാനേ കുറച്ചു നേരം കൂടി ഒന്ന് കിടക്കട്ടെ. ഇങ്ങനെ എത്ര ദിവസം വരെ കെടുക്കും? അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കെടുക്കണത്? പോണ്ടവരൊക്കെ വേറെ ആളെ തേടി പോയില്ലേ? മതി കെടുന്നത്. എന്തിനാ അമ്മ ഓനോട് ഇങ്ങനെ ഒച്ചും പുളിയും കൂട്ടുന്നത്? അല്ലേലും എന്റെ കുട്ടിന്റെ ഈ കെടുപ്പ് കണ്ടിട്ട് മനസ്സിൽ നെഞ്ഞു പൊട്ടിപ്പോണ്ട്. അപ്പോഴാണ് ഓൾ ഈ ഒച്ചും പുളി. സങ്കടം കൊണ്ടമ്മ. അജിക്കാടെ ഈ മനസ്സ് വേദിച്ച് കെടുപ്പ് കാണാൻ വയ്യാത്തോണ്ടാണ്. അജിക്കാനെ വേണ്ടാന്ന് പറഞ്ഞു പോയേ. അവളെ ആലോചിക്കാണ്ടേ അജിക്ക് ഇങ്ങനെ മനസ്സ് വേദനിച്ച് കെടുക്കണ്ടല്ല, അത് കാണാൻ വയ്യാത്തോണ്ടാണ്. എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല മോളെ. പിന്നെ ഓള് പെട്ടെന്ന് അങ്ങോട്ട് അങ്ങനെയൊക്കെ ചെയ്തപ്പോ മനസ്സിനത് താങ്ങാൻ പറ്റുന്നില്ല. എന്റെ കുട്ടിനോട് എന്തിനാ ആ കുട്ടി ഇങ്ങനെ പറഞ്ഞു പറ്റിച്ചത്? എന്ത് തെറ്റാണ് എന്റെ കുട്ടി ഓളോട് ചെയ്തത്? ഓൾക്കുണ്ടല്ല, ഓൾക്കുള്ളത് പടച്ചോൻ കൊടുത്തോളൂ. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ കുട്ടിനെ ഈ ഗതിയിലാക്കിയതിന്. വേണ്ടമ്മ, നമ്മൾ ശാപം ഒരിക്കലും റിയാന്റെ മേത്ത് വീയല്ലേ. എന്നെ വേണ്ടെങ്കിലോ അവൾ എവിടെയെങ്കിലും സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ. കണ്ടമ്മ, ഇതുപോലെ ഒരാളെ ഓൾക്ക് എങ്ങനെ ചതിക്കാൻ തോന്നിയത്? ഇമ്മ പറഞ്ഞ പോലെ കിട്ടാതിരിക്കൂല ഓൾക്ക് ഇതിനുള്ളത്. അമ്മ, നിന്നോട് മിണ്ടാതിരിക്കാനാ ഞാൻ പറഞ്ഞത്. അല്ലെങ്കിലും അജൂക്കാനെ പോലെ ഒരാൾക്ക് ചേർന്ന പെണ്ണെന്നല്ല അറിയാം. ആരോ വന്നിട്ടുണ്ട്, ബെല്ലടിക്കുന്നുണ്ട്. ഒന്ന് പോയോക്കട്ടെ. അന്ന ഈ ജിങ്ങനെ ഓന്റെ അടുത്തിരുന്നാണ്ട് ഓനോട് ഇങ്ങനെ വക്കാണം കൂടാൻ നിക്കല്ലേ. പിന്നെ മോളെ, ഞാൻ കാരണം നിങ്ങൾ രണ്ടുപേരും ഒരുപാട് സങ്കടപ്പെട്ടില്ലേ? അജിക്ക് ഇങ്ങനെ ഈ കിടപ്പ് കൊടുക്കുമ്പോൾ നിങ്ങൾ സങ്കടപ്പെടാതിരിക്കുക. ഞങ്ങൾക്ക് വേറെ ആരുള്ളത്? ഞങ്ങൾക്ക് അജിക്കനല്ലേ ഉള്ളൂ. ഇതൊക്കെ പെട്ടെന്ന് മാറും മോളെ. നിന്റെ ഉമ്മാരൊക്കെ പ്രാർത്ഥന എൻ്റെ കൂടെ അല്ലേ? എന്റെ പഠിച്ചോനെ, എന്താ ഇത്? അജുക്കാക്ക് എന്താ പറ്റി? ഇതെന്താ അമ്മ? എന്താ പറ്റിയതെന്നോ? എന്റെ അജിക്കാടെ ഈ ഒരു അവസ്ഥക്ക് കാരണം ഉണ്ടല്ലോ, ഈ ഒരു ഒറ്റ ഒരാളാണ്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ എന്താ പറ്റിയത്? കേട്ടോ ഒരു വരവ്. അമ്ന, മതി. അജുക്ക, ഞാന് അമ്മ എന്താടി എന്നോട് ഇങ്ങനൊക്കെ പറയണ? ഞാൻ എന്ത് ചെയ്തെന്നാ? അജുക്കാക്ക് എന്താ പറ്റിയത്? റിയ, കല്യാണം പറയാൻ വന്നതാവൂലേ? ആഘോഷങ്ങളൊക്കെ ഇവിടെത്തി. അത് പിന്നെ അജുക്ക, ഞാൻ നിങ്ങൾക്ക് രണ്ടാക്കും കൊറേ വിളിച്ചിട്ടുണ്ടായിരുന്നു. അജുക്കാന്റെ ഫോൺ ഓഫ് ആയിരുന്നു. കൊറേ വിളിച്ചു നോക്കി. അമ്മയാണെങ്കിൽ വിളിക്കുമ്പോ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഫോണൊക്കെ പൊട്ടിപ്പോയി റിയ. എന്നിട്ട് വിളിച്ചിട്ട് കിട്ടാനിട്ട് റിയ നേരിട്ട് വന്നല്ലോ കല്യാണം വിളിക്കാൻ. 28-നല്ലേ കല്യാണം? അത് അജിക്കാക്ക് നാണല്ലേ ഇവളോട് കല്യാണക്കാരും ചോദിച്ചു നിക്കാന്? ഇറങ്ങി പോവാൻ പറയാ അജിക്ക ഇവളോട്. അസ്സലാമു വലൈക്കും അസ്സലാം. റിയേട്ടെ, ഇപ്പൻ മോൻ്റെ ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഈ സംഭവങ്ങളൊന്നും എനിക്കും സൽമാക്കും റീമുക്കും ഒന്നും അറിയില്ലായിരുന്നു.
ഇപ്പോൾ ഉമ്മ പറഞ്ഞപ്പോഴാണ് ഞങ്ങളെല്ലാം അറിഞ്ഞത്. ഓ, ഒറ്റക്ക് വന്നുകൊണ്ട് കല്യാണം വിളിക്കാനുള്ള പേടിയുണ്ടാവില്ലേ? ഇമ്മാനിപ്പാനൊക്കെ കൂട്ടി വന്നത് റിയ. അമ്ന മിണ്ടരുത്. സോറി കേട്ടോ, ഒന്നും വിചാരിക്കല്ലേ. ഉമ്മ ഇപ്പം ഇരിക്കേ. എൻ്റെ കാലിനെ ചെറിയൊരു പൊട്ടലിളവുകൊണ്ട് എഴുന്നേൽക്കാൻ വയ്യ. ആ, മോൻ കിടന്നോ? ഞങ്ങൾ ഇരുന്നോളാം. ഇരിക്കു സെൽമോ. ഇരുന്ന് നേരം കളയണമെന്നൊന്നും ഇല്ല. കല്യാണം ആയതുകൊണ്ടേ ഒരുപാട് ആകാശങ്ങളൊക്കെ കാണുമല്ലോ. അപ്പൊ പിന്നെ നേരം കളയണ്ട. ആഘോഷിക്കാൻ മാത്രം എൻ്റെ കുട്ടിയുടെ ജീവിതത്തിൽ അത്ര വലിയ കാര്യങ്ങളൊന്നും നടക്കാൻ പോണില്ല കുട്ടിയെ. ഇങ്ങളൊക്കെ വിചാരിക്കും പോലെ ഈ 28-ാം തീയതി ഓളെ കല്യാണമൊന്നുമില്ല. കല്യാണമൊന്നും ഇല്ലെന്നോ? മനസ്സിലായില്ല. അപ്പോ 28-ാം തീയതി റിയയുടെ കല്യാണാണെന്ന് കേട്ടെ. മക്കളെ, നമ്മൾ വിചാരിക്കും പോലെ ഒന്നല്ല കാര്യങ്ങള്. റിയമോളെ ഇമ്മാക്കുപ്പാക്ക് നമ്മളോടൊക്കെ എന്തൊക്കെയോ പറയാൻ പറ്റില്ല. എന്താ ഉപ്പ? സോറി, ഉപ്പാന്ന് വിളിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എൻ്റെ ഉപ്പാനെ പോലെ കണ്ടിട്ടാട്ടോ അങ്ങനെ വിളിച്ചേ. അതിനെന്താ മോനെ, ഇപ്പോഴൊന്നല്ല എന്നും അനക്കെന്നെപ്പാന്നും റിയമോളെ മനമ്മാന്നും എന്നും വിളിക്കാം. മോൻ്റെ ഈ അവസ്ഥക്ക് കാരണം എൻ്റെ കുട്ടിയാണെന്ന് ഇമ്മ വാതിൽ തുറന്ന പാടെ മുഖത്തോക്കി പറഞ്ഞപ്പോഴേ മുഴുവൻ കേൾക്കാനും പറയാനൊന്നും നിൽക്കാണ്ട് ഓടി അകത്തേക്ക് പോന്നതാ ഓള്. നിങ്ങളെല്ലാവരും എൻ്റെ കുട്ടിനോട് ക്ഷമിക്കണം. ഓള് ഒന്നും മനഃപൂർവ്വം അറിഞ്ഞങ്ങാണ്ട് ചെയ്തതല്ല. അറിഞ്ഞങ്ങാണ്ട് അന്ന് എൻ്റെ കുട്ടി ചതിച്ചിട്ടില്ല കുട്ടിയെ. അതാണ് ഉമ്മ, എനിക്ക് റിയനോടൊരു ദേഷ്യമില്ല. പിന്നെ ഉമ്മയും അമ്മയും ഒക്കെ അവരെ സങ്കടം കൊണ്ട് എന്തോ ഒന്ന് പറഞ്ഞു പോയതാ. നിങ്ങളതും കാര്യമാക്കണ്ട. ഉമ്മ, ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും ഒന്ന് എടുക്ക്. അതൊക്കെ പിന്നെയും കുടിക്കാം. ചായക്കെ ഞങ്ങൾക്ക് എന്നോടും ഉമ്മാനോടും പെങ്ങളോടൊക്കെ കുറച്ച് കാര്യം സംസാരിക്കാണ്ട്. സെൽമോ, ആ പറഞ്ഞോളേ. എൻ്റെ മോനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കുറച്ച് നേരം മോനോട് സംസാരിച്ചപ്പോൾ ആ പ്രതീക്ഷ 100 ഇരട്ടിയായി. മനസ്സിലായില്ല. ഇങ്ങളൊക്കെ കരുതിയ പോലെ റിയമോളെ കല്യാണം ഈ വരുന്ന 28-ാം തീയതി നിശ്ചയിച്ചു എന്നുള്ളതൊക്കെ നേരെ തന്നെയാണ്. പക്ഷെ ഇനി ആ കല്യാണം നടക്കൂല. അതെന്ത്? അതിനെക്കാട്ടേ വേറെ വല്ല കാര്യം വന്നാ? അതേ മോളെ, ഞങ്ങൾ നോക്ക് നല്ലൊരാളെ കണ്ട് വെച്ചെന്നൊക്കെ ശരി തന്നെയാണ്. പക്ഷേങ്കിൽ അതിനെക്കാട്ടി സ്വഭാവവും ഗുണങ്ങളും മറ്റെല്ലാം ഉള്ള ഒരാളെ അവളെ തന്നെ കണ്ടെത്തി. അതറിയാൻ ഇപ്പം ഇത്തിരി വൈകിപ്പോയി. ഇന്ന് എന്തൊക്കെ പറയണത്? നടന്നതൊക്കെ ഞങ്ങൾ പറയാം. ഒക്കെ കേട്ടതിന് ശേഷം നിങ്ങൾ തന്നെ തീരുമാനിച്ചോളി എൻ്റെ കുട്ടിയുടെ ഭാഗത്ത് വല്ല തെറ്റുണ്ടായിട്ടുണ്ടോ എന്നുള്ളത്.
വന്നിരുന്നില്ല. ഒക്കെ എൻ്റെ തെറ്റാ. ഓളപ്പാൻ്റെ അസുഖത്തിൻ്റെ മുന്നിൽ ഞാൻ എൻ്റെ കുട്ടിയുടെ കണ്ണീര് കുറച്ച് കണ്ടില്ലാന്ന് വെച്ച്. പക്ഷേ അത് ഇത്രയും വലിയൊരു കുരുക്കിക്കാവുന്നുള്ളത് ഞാനും ചിന്തിച്ചില്ല. പെരൻ്റെ ഉള്ളിലെ അപ്പത്തെ സമാധാനം മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. ജീവിതാവസാനം വരെയുള്ള എൻ്റെ കുട്ടിയുടെ സമാധാനം എന്താന്നുള്ളത് ഞാനപ്പം ചിന്തിച്ചില്ല. പിന്നെ ഞാൻ ഓളെത്രയും നിർബന്ധിച്ചപ്പോൾ ഓളപ്പാനോടുള്ള സ്നേഹം കൊണ്ട് ഈ കല്യാണത്തിന് സമ്മതിച്ചു പോയതാണ്. ഇമ്മാനി ഇപ്പാനി പെരക്കാരെയൊക്കെ സ്നേഹിക്കണ ഏതൊരു മോളും ചെയ്യണ കാര്യേ എൻ്റെ കുട്ടിയും ചെയ്തുള്ളൂ. പക്ഷെ ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ എൻ്റെ കുട്ടി ഉള്ളോട്ട് നീറി ജീവിക്കാന്ന് മനസ്സിലാക്കാൻ ഞാൻ ഇത്തിരി വൈകിപ്പോയി. ഓളെ മനസ്സിലാക്കാണ്ട് ഞങ്ങളെല്ലാരും കൂടിയാ ആ കല്യാണക്കാർ ഇത്രയും വരെ കൊണ്ടെത്തിച്ചത്. ഇതൊന്നും ഓള് മനഃപൂർവ്വം ചെയ്തതല്ല. കോളേജിൽ ചെന്നപ്പോ എല്ലാരും കൂടി ഓളോട് പെരുമാറിയ രീതി കണ്ട് എൻ്റെ കുട്ടി ആകെ തളർന്നു പോയി. കാര്യം എന്താന്ന് പറയാൻ വേണ്ടിട്ട് ഇങ്ങക്ക് ആർക്കെങ്കിലും വിളിച്ചപ്പോ ആരും നല്ലപോലെ മറുപടി കൊടുക്കണമില്ല. അജുവിന്റെ ഫോണൊക്കെ വിളിച്ചിട്ട് കിട്ടണമില്ല. അതുകൊണ്ടാ ഞങ്ങൾ തന്നെ ഓളം കുട്ടി ഇങ്ങോട്ട് വരാന്ന് വെച്ചത്. സോറി റിയ, എല്ലാരും പറച്ചിലും അജുക്കാടെ ഈ അവസ്ഥ ഒക്കെ പാടായപ്പോൾ സോറിടി, ഞാൻ എന്നെ തെറ്റിദ്ധരിച്ചു പോയി. സോറിടി. സോറി പറയേണ്ടത് ഞാനല്ലേ? മനഃപൂർവ്വം അല്ലെങ്കിലും ഞാൻ കാരണല്ലേ അജുക്ക? ഒരിക്കലല്ല റിയ. പിന്നെ തൻ്റെ കല്യാണക്കാരും കേട്ടപ്പോൾ ഞാനൊന്ന് പാനിക്കായി പോയി എന്നുള്ളത് ശരിയാ. എൻ്റെ അന്നത്തെ അശ്രദ്ധ കാരണമാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടായത്. അതുകൊണ്ട് എനിക്ക് റിയനോട് ദേഷ്യമൊന്നുമില്ല കേട്ടോ. എൻ്റെ മോനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. മോന് നല്ല മനസ്സിൻ്റെ ഉടമ, പടച്ചോ നല്ലത് വരുത്തട്ടെ. ഇതൊക്കെ നേരിട്ട് നിങ്ങളോടൊക്കെ പറയാന്ന് വെച്ചിട്ടാ ഞങ്ങൾ മൂന്നാളും കൂടി ഇന്നിങ്ങോട്ട് പോകുന്നത്. എന്തായാലും ഇപ്പൊ പരസ്പരം എല്ലാവരും തെറ്റിദ്ധാരണകളും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലായല്ലോ. ഇനി മൂന്നാളും നല്ല രീതിക്ക് പഠിപ്പും കാര്യങ്ങളൊക്കെ മുഴുവനാക്കാൻ നോക്കി. അപ്പോ ആ കല്യാണം അത് ഇനി നടക്കൂല. ഞങ്ങളായിട്ട് തീരുമാനിച്ച കാര്യം ഞങ്ങളായിട്ട് തന്നെ അവസാനിപ്പിച്ചിരിക്കണം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലേ എന്റെ കുട്ടിന്റെ മകൻ ഇപ്പോഴാണെന്ന് തെളിഞ്ഞു കണ്ടത്. എന്റെ മോനായോണ്ട് പറയല്ല, കുറച്ച് പൈസന്റെ കുറവ് തന്നെ ഉള്ളൂ. എന്റെ മോനെ പോലെ സ്നേഹമുള്ള ഒരുത്തനെ ഇങ്ങളെ മോക്കിഞ്ഞ് കിട്ടൂല. ഞാൻ ചോദിക്കണതേ ശരിയാണോന്ന് അറിഞ്ഞൂടാ. എന്റെ കുട്ടിന്റെ സങ്കടം നേരിൽ കണ്ടിട്ട് ചോദിക്കാണ്. ഇനിയിപ്പോ ഞാൻ ചോദിച്ചത് തെറ്റാന്നുണ്ടെങ്കിലേ നിങ്ങൾ പുറത്തു തന്നാണ്ട് പൊട്ടബുദ്ധിക്ക് ചോദിച്ചാന്ന് കരുതിയാൽ മതി. റിയമോളെ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എന്റെ അജുവിന് തന്നെ റിയമോളെ കെട്ടിച്ചു കൊടുത്തൂടെ. എന്റെ കുട്ടിയെ പൊന്നു പോലെ നോക്കും. നീ റിയമോളെ ഒരു സങ്കടം വരുത്തൂല. ഓളെ ഞങ്ങളും പൊന്നു പോലെ നോക്കിക്കൊണ്ട്, ഞാൻ എന്റെ അമ്മനെ പോലെ നോക്കിക്കൊണ്ട് നിങ്ങളെ റിയമോളെ ഞങ്ങൾക്ക് തന്നൂടെ നിങ്ങളെ കുട്ടീനെ. അത് ഞങ്ങൾക്കും അറിയാമ്മ. അതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങളെ മോളെയും കൂട്ടി നിങ്ങളെല്ലാരും നേരിൽ കാണാൻ വന്നത് അല്ലേക്കാ? ഇപ്പോ അവര് പഠിക്കട്ടെ. ഒരു രണ്ടാളും പഠിച്ച് പഠിപ്പൊക്കെ തീർന്ന് എന്നിട്ട് നമുക്ക് കല്യാണത്തിനെ പറ്റിയൊക്കെ തീരുമാനിക്കാം. പോരെ? നേരാണ് ഞാൻ ഈ കേൾക്കണതൊക്കെ. ഇക്കണല്ല വിശ്വസിക്കാൻ പറ്റുന്നില്ല.
നേരെ മോളെ, നിങ്ങളൊക്കെ പഠിപ്പ് കഴിയുമ്പോൾ അജുവിൻ്റെയും ഓളെയും ഉള്ളിൽ ഇതേ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ഞങ്ങളെ കുട്ടീനെ ഓനെക്കൊണ്ട് കല്യാണം കഴിച്ചു കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. അല്ലേ സൽമു? ഞങ്ങളെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ട് സ്വന്തം സന്തോഷം പോലും വേണ്ടാന്ന് വെക്കാൻ തീരുമാനിച്ച ആളാ ഞങ്ങളെ മോള്. അങ്ങനെയുള്ള ഞങ്ങളെ കുട്ടിയുടെ സന്തോഷം ഞങ്ങൾ എങ്ങനെ കണ്ടില്ലാന്ന് വെക്കുക. അതുകൊണ്ടാ ഓളെ മുൻനിർത്തി ഇങ്ങളോട് ഇതൊക്കെ തുറന്നു പറയാലോ എന്ന് വെച്ചിട്ട് ഞങ്ങളിപ്പോ വന്നത്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാളെ ഇഷ്ടപ്പെട്ടത്. നഷ്ടപ്പെട്ടു പോകുന്നുള്ള ആ ഒരു വേദനല്ലേ, അത് അനുഭവിച്ച ജീവിതത്തിൽ ആദ്യമായിട്ടാ. അൽഹംദുലില്ലാ, എല്ലാം മറന്നത് ഇരട്ടി സന്തോഷമായിട്ട് തിരിച്ചു വന്നല്ലോ. നിങ്ങളെ രണ്ടാളെയും ഞങ്ങൾക്ക് വിശ്വാസമാണ്. ആ വിശ്വാസം തെറ്റിക്കാതെ നിങ്ങൾ പഠിപ്പും കാര്യങ്ങളൊക്കെ തീർത്ത് ഇൻഷാ അല്ലാ സ്വന്തം കാലിൽ നിൽക്കാനാവുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് ചെയ്യാം. അൽഹംദുലില്ലാ, ഇതിലും വലിയൊരു സന്തോഷേ വേറെന്താ വേണ്ടത്? അപ്പൊ ഇൻഷാ അല്ലാ ആദ്യം പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു കൂടല് കൂട്ടക്കാരും കുടുംബക്കാരും ഒക്കെ കൂട്ടിങ്ങാണ്ട് നമുക്ക് കൂടാ. അതുപോരെ?